ഇന്ന് നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത് ഒരു വെടിച്ചില് സാധനം, ഒരു കിടുക്കാച്ചി ഐറ്റം. അൾട്രാ വയലറ്റ് X47. ബീറ്റ്സ് ഓൺ വീൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഒരുപാട് ഇലക്ട്രിക് വണ്ടികളെ കുറിച്ച് എപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ ഇവനെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം ഇതുവരെ കണ്ട ഒരു ഐറ്റം അല്ല. ഇതിന്റെ പല ഫീച്ചേഴ്സും നമ്മൾ ഈ വലിയ വലിയ കാറിലൊക്കെ കാണുന്നില്ലേ, വലിയ ഈ ടാറ്റയുടെയും ഈ MG ഒക്കെ കിടുക്കാച്ചി കാറുകൾ കാണുന്നില്ലേ, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കോർത്തിണക്കിയ ഒരു ബൈക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കും ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചിലർക്ക് ഓഫീസിൽ പോകാനായിട്ട് മാത്രമായിരിക്കും, ചിലർക്ക് ഓഫ് റോഡ് കിടന്ന് കറങ്ങാനായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് റോഡ് കത്തിച്ച് ചീറിപ്പോകാനായിരിക്കും. ഇങ്ങനെ ഏത് നോക്കിയാലും അൾട്രാ വയലന്റ് X47 ഒരു പക്ക ചോയ്സാണ്. ഇതിന്റെ മസ്കുലർ ലുക്ക് കണ്ട ഒരു കുഴപ്പമില്ല. ഇത് ഫൈബറാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, ഈ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എത്രയെന്ന് അറിയാമോ? 207 കിലോഗ്രാമാണ്. നല്ല സ്റ്റെബിലിറ്റി. ഇന്ത്യയിൽ ഇന്നേ വരെ ഇത്രയും സ്പോർട്സ് ലുക്കുള്ള ഒരു ഇലക്ട്രിക് വണ്ടി ഇറങ്ങിയതായിട്ട് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ താഴെ കമന്റ് ചെയ്തു. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ഈ സ്ട്രോങ് കൺസോളിനകത്താണ്. നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴും ഭയങ്കര സേഫാണ് ബാറ്ററി. ഇതിൽ പ്രധാനമായിട്ട് 2 വേരിയൻ്റാണ് ഉള്ളത്. ഒന്ന് 7.1 ഒന്ന് 10.3. 7.1 അവർ പറയുന്ന IDC റേഞ്ച് എന്ന് പറഞ്ഞാൽ 211 കിലോമീറ്ററാണ്. 211 കിലോമീറ്റർ. ബാക്കി 10.3 ആണെങ്കിൽ അവർ പറയുന്നത് 323 കിലോമീറ്റർ. അതായത് 100 രൂപയ്ക്ക് ചാർജ് ചെയ്താൽ മര്യാദയ്ക്ക് ഓടിച്ചാൽ 323 കിലോമീറ്റർ പക്കയായിട്ട് കിട്ടും. അൾട്രാ വയലറ്റ് X47 നമുക്ക് റോഡിൽ തരുന്ന കുറേ കംഫർട്ട് ഫീച്ചർ ഉണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വണ്ടിക്ക് ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി നേരത്തെ ടയറിലേക്ക് വരാം. ഈ ടയറിന്റെ വിട്ട് കണ്ട, ഇത്രയും വിട്ട് ഉണ്ടെങ്കിൽ പക്കയായിട്ട് ഏത് റോഡിലും നല്ല സ്റ്റേബിളായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഒരു സംശയമില്ല. നമ്മുടെ വണ്ടിയുടെ ഡിസ്ക് കണ്ട, ഇതിൽ ഡ്യുവൽ ABS സിസ്റ്റം ഉള്ളത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും ABS സിസ്റ്റം ഉണ്ട്. ഇനി പ്രധാന ഒരു കാര്യം, നമ്മൾ ഈ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ബാക്കിൽ ABS കൊടുത്തു കഴിഞ്ഞാൽ ഒരു സുഖമില്ല, ഓഫ് റോഡിൻ്റെ ഒരു ത്രില്ല് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ബാക്കിലത്തെ ABS ഓഫ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു അഡാർ ഫീച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് അഡാസ് സിസ്റ്റം. എന്താണെന്നറിയോ? അതായത് പുറകെ നിന്ന് ഏതെങ്കിലും വണ്ടികൾ നമ്മളെ തട്ടാൻ വരുവാണെങ്കിൽ ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കും, കൃത്യമായിട്ട് ഇൻഡിക്കേഷൻ കാണിക്കും. കൂടാതെ നമ്മൾ റൈഡ് ചെയ്ത് പോവാണ്, എന്തെങ്കിലും കാരണം വെച്ചാൽ നമ്മൾ ലൈന് തെന്നി പോവുകയോ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള വണ്ടി കാണാതെ വരുവാണെങ്കിൽ ഇതിൽ ഇൻഡിക്കേഷൻ കാണിക്കും, നിർത്തറാ വണ്ടി നിർത്തറാന്ന്. അതാണ് നമ്മുടെ അഡാസ് സിസ്റ്റം. അത് ഈ വണ്ടിയിലുണ്ട്. നമ്മളൊരു ലോങ് റൈഡോ ഓഫ് റൈഡോ ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ ബോക്സ് ഫിറ്റ് ചെയ്യേണ്ട ഫെസിലിറ്റി കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ സീറ്റ് ഉണ്ടല്ലോ, സീറ്റ് ഭയങ്കര കംഫർട്ടാണ്, ഭയങ്കര സോഫ്റ്റാണ്. സീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ സസ്പെൻഷൻ കണ്ടോ, മോണോ സസ്പെൻഷനാണ്, സോഫ്റ്റാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയും കൂടുതൽ തന്നെ കാരണം ഈ സസ്പെൻഷൻ്റെ ലെങ്ത് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ റൈഡ് പക്ക കംഫർട്ടായിരിക്കും, ഗ്യാരണ്ടി. ഇതിൻ്റെ മോട്ടർ എന്ന് പറയുന്നത് 40.2 കിലോ വാട്ടാണ്. ഇതിൻ്റെ ടോർക്ക് 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ഇതിൻ്റെ റിയർ വീലിൻ്റെ ടോർക്ക് 610 ന്യൂട്ടൺ മീറ്റർ ആണ് അവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പവർ കണ്ടോ, ഇത് ഭയങ്കര സ്പോർട്ടി ലുക്കാണ്. എന്തിനാ അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കിയേ, എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഭയങ്കര DLR ലൈറ്റ് കൃത്യമായിട്ട് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഡ് ഗാർഡ്, ഹാൻഡ് പ്രൊട്ടക്ടർ, വിൻഷീൽഡ്, ഇതെല്ലാം പക്ക ഒരു സ്പോർട്സ് ബൈക്കിന് വേണ്ട എല്ലാ എലമെൻറ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാന ഒരു കാര്യം, ഈ വണ്ടി 207 കിലോഗ്രാം ഭാരമാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഭയങ്കര ഹെവി വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സൊക്കെ ഈ ഒരു ഇറക്കത്തിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷേ അതാണ് ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി, റിവേഴ്സ് ഗിയറുള്ള ഇലക്ട്രിക് ബൈക്കാണിത്. ഇതിൻ്റെ ഈ സീറ്റിംഗ് കംഫർട്ട് പൊസിഷൻ കണ്ടോ, ഈ മസ്കുലർ ബോഡിയും നമ്മുടെ കാലിൻ്റെ സെയിം ആംഗിളിലാണ് വരുന്നത്. പക്കാ സിറ്റിംഗ് കംഫർട്ട്. നമ്മുടെ X47 പ്രധാനമായിട്ട് 3 മോഡുകളുള്ള, ഒന്ന് ഗ്ലൈഡ് മോഡ്, ഒന്ന് കോമ്പാക്ട് മോഡ്, ഒന്ന് ബാലിസ്റ്റിക് മോഡ്. ഈ ബാലിസ്റ്റിക് മോഡിൽ വണ്ടി പക്ക അഗ്രസീവ് ആയിരിക്കും, ശരിക്കും ഒരു റിയൽ സ്പോർട്സ് റൈഡർ. കൂടാതെ ഈ ബാലിസ്റ്റിക് മോഡിൽ നമ്മൾ നല്ല സ്പീഡ്, നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു ഓഫീസ് യൂസിനൊക്കെ വേണ്ടി വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ ഗ്ലൈഡ് മോഡ് തന്നെയാണ് നല്ലത്. മാക്സിമം റേഞ്ചിന് ഗ്ലൈഡ് മോഡ് തന്നെയാണ് ബെസ്റ്റ്. ഇതിൽ വരുന്ന ഡിസ്പ്ലേ 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് എത്ര റേഞ്ച് ഉണ്ട്, എത്ര കിലോമീറ്റർ ബാക്കി പോകും, ഇതുവരെ എത്ര നമ്മുടെ ഓഡോമീറ്റർ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത്രയൊക്കെ വണ്ടി ഓടിച്ചല്ലേ, നമുക്ക് കുറച്ച് പെട്രോൾ അടിച്ചാലോ? അയ്യോ അല്ല, പെട്രോൾ അല്ലല്ലോ, ഇതാ നമ്മളെ ചാർജ് ചെയ്യേണ്ട പരിപാടി. ഈ ചാർജ് ചെയ്യേണ്ട ഈ ഒരു പിൻ കണ്ടായിരുന്നു, ഇത് ശരിക്കും യൂണിവേഴ്സൽ പിൻ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജറാണ്. ഇതിൽ ഫാസ്റ്റ് ചാർജറുണ്ട്, സ്ലോ ചാർജറുണ്ട്. സ്ലോ ചാർജറാണെങ്കിൽ 0 to 100 ആവാനായിട്ട് മാക്സിമം 7-7.5 മണിക്കൂർ എടുക്കുന്നത്. ഫാസ്റ്റ് ചാർജിങ്ങിൽ 3 hours കൊണ്ട് ഫുൾ ചാർജ് ആകും. സാധാരണ ഇലക്ട്രിക് വണ്ടികളുള്ളതുപോലെയല്ല, ഇതിലൊരു പക്കയായിട്ടുള്ള ഒരു ചെയിൻ ഡ്രൈവ് സിസ്റ്റമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സർവീസ് വളരെ അത്യാവശ്യമാണ്. എല്ലാ 6 മാസത്തിലും ഇവർ സർവീസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബൈക്കിൽ 3 വേരിയൻ്റാണ് ഉള്ളത്. ഒന്ന് ഒറിജിനൽ, ഒന്ന് റീകോൺ, ഒന്ന് ഡെസേർട്ടാണ് ഏറ്റവും ടോപ്പ് ഉണ്ട്. അത് ശരിക്കും എക്സ് ഷോറൂം പ്രൈസ് അല്ല, ഓൺ റോഡ് പ്രൈസ് നിയർ ടു 5 lakhs ആവും. ബേസ് മോഡലാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് ഒരു 290, 295 വരെ ആവും. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിലെല്ലാം പ്രധാന തലവേദന സർവീസില്ല, ഒന്നിനും സർവീസില്ല. നമ്മൾ കുറേ കഷ്ടപ്പെട്ടതാണ്. പക്ഷേ കൃത്യമായിട്ട് അൾട്രാ വയലറ്റ് 47 കൃത്യമായിട്ടുള്ള സർവീസ് ഉണ്ട്.
ഒന്നുകിൽ 5000 കിലോമീറ്ററിലൊരിക്കുക, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കുക, ഏതാണോ ആദ്യം വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വെള്ളായണി തന്നെ സർവീസ് സെൻ്റർ ഉണ്ട്, ഷോറൂമിനോട് ചേർന്ന്. നിങ്ങൾ ഈ വലിയ കാറിലെ കണ്ടിട്ടുണ്ടാവും, അതായത് ഈ ഒരു റിയർ വ്യൂ മിററിൽ ഈ ലൈറ്റ് കത്തും, റെഡ് ലൈറ്റ്. ആ ഒരു ഫീച്ചർ ഇതിലുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡാസ് ഫീച്ചേഴ്സ്. ലെഫ്റ്റ് സൈഡിലൂടെയോ റൈറ്റ് സൈഡിലൂടെയോ ആരെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്ത് വരികയാണെങ്കിൽ, നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടിലാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഈ റെഡ് ലൈറ്റ് കത്തി നമുക്ക് ഇൻഡിക്കേഷൻ തരും. ആ ഒരു അഡാർ ഫീച്ചറിൻ്റെ പേരാണ് അഡാസ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റ് റൈഡിന് പോവുകയാണ്. ആദ്യം ഗ്ലൈഡ് മോഡൽ, അതായത് അതിൻ്റെ ഏറ്റവും സ്പീഡ് കുറഞ്ഞ ബേസിക് മോഡൽ പോവുകയാണ്. വണ്ടി കത്തിക്കയറണം കേട്ടോ, അതാ റോഡ് കത്തിക്കും. നമ്മളിത് ആ മോഡ് മാറ്റാൻ പോവുകയാണ്. ഗ്ലൈഡിൽ നിന്ന് കോമ്പാക്റ്റിലേക്ക്, കോമ്പാക്റ്റ് ആയി കുറച്ചുകൂടെ പവർ കയറി വരുന്നുണ്ട്. സ്പോർട്സ് ബൈക്ക് ആണെന്നാണല്ലോ പറച്ചില്. നമുക്ക് അടുത്ത മോഡങ്ങ് മാറ്റാം. ബാലിസ്റ്റിക് മിസൈല് പോലെ അതേ പോകുന്നേ. കിടുക്കാച്ചി പെർഫോമൻസ്, ഒരു ലാഗില്ല. ആവാര വണ്ടി എന്താ റൈഡിങ് കംഫർട്ട്. നമ്മൾ രണ്ടുപേരും കൂടെ 160 കിലോ ഉണ്ട്. അതും വലിച്ചിട്ട് പോകുന്നൊരു പോക്ക് ശരിക്കും ബാലിസ്റ്റിക് മിസൈൽ തന്നെ സംഭവം പോയി. അപ്പോൾ ബീഡ്സ് ഓൺ വീൽസിന്റെ ഫുൾ റെക്കമെൻഡേഷൻ, വണ്ടി പക്ക. ഇനി നമുക്ക് ഇതിന്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വണ്ടി 38, 42, 50, 60, 65, 70 ബ്രേക്ക് ചെയ്ത് നോക്കാം. ഓ സൂപ്പർ, ഒരു രക്ഷയില്ല. നല്ല പതിഞ്ഞ്, ഒട്ടും സ്കിഡൊന്നും ആകാണ്ട് നല്ല പതിഞ്ഞ് ബ്രേക്ക് നിൽക്കുന്നുണ്ട്. പക്ക ABSന്റെ എല്ലാ കംഫർട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. സ്കിഡ് ആവുന്നുള്ള ടെൻഷൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ ഹാൻഡിലുണ്ട് സ്ട്രെയിറ്റ് ബാർ. ഈ സ്ട്രെയിറ്റ് ബാറിൽ നമുക്ക് കിട്ടുന്നൊരു കംഫർട്ട്, ശരിക്കുമായി ഇരിക്കുന്ന പൊസിഷൻ, ഒരു 90 ഡിഗ്രിയിൽ ഇരുന്ന് കംഫർട്ടായിട്ട് റൈഡ് ചെയ്യുന്ന ആ ഒരു സുഖം, അത് ഭയങ്കരമായിട്ട് ഇതിൽ ഫീൽ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ജസ്റ്റ് തിരിച്ചെടുക്കാനും കെട്ടിച്ചെടുക്കാനും. പിന്നെ ഇതിൽ വേറൊരു ഭയങ്കര ഫീച്ചർ ഉണ്ട് കേട്ടോ. ഇതിന്റെ ടോപ്പ് വേരിയന്റിൽ വരുമ്പോൾ നമ്മൾ എത്രയാണോ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നത്, ആ ഒരു ആംഗിൾ ഇതിൽ കാണിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി നിറച്ചൊരു സംഭവമാണ്. അൾട്രാവയലറ്റ് X47 ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലാന്ന് തോന്നുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി വണ്ടിയായിട്ട് വീണ്ടും വരാം. ബൈ.